ഓം ശാന്തി. ലോകം അതിദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ചു തുറക്കുമ്പോൾ ലോകത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച അവസ്ഥയാണ് വരുന്നത്. എവിടെ നിന്ന് എവിടേക്ക് ഏത് നിമിഷം ആരുടെ ജീവിതം എവിടേക്ക് മാറും ഒന്നും പ്രവചിക്കാനാവാത്ത അതിദ്രുതഗതിയുള്ളതായിരിക്കുന്ന മാറ്റത്തിലൂടെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ്. ഇങ്ങനെ മാറുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ഹാർഡ് ടാസ്ക്കായി മാറി തുടങ്ങി. പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കാത്ത വിധം എപ്പോഴും പോസിറ്റീവായിരിക്കാൻ വേണ്ടിക്കൊണ്ട്, അഥവാ നമ്മുടെ ഊർജ മണ്ഡലത്തിനെ സദാ എനർജറ്റിക് ആക്കി വെക്കാൻ വേണ്ടിക്കൊണ്ട്, പ്രഭാവശാലിയാക്കി വെക്കാൻ വേണ്ടിക്കൊണ്ട് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു പ്രഭാവവും നമ്മുടെ മേലെ വരാതിരിക്കാൻ നമുക്ക് സാധിക്കും. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ പുറമെന്ന് എന്തെല്ലാം പ്രഷർ നമ്മൾ അനുഭവിക്കേണ്ടി വരികയാണെങ്കിലും, എന്തെല്ലാം സമ്മർദ്ദങ്ങൾ നമ്മളിലുണ്ടാകുകയാണെങ്കിലും ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള ശക്തമായ ഒരു എനർജി പ്രവാഹം ഉണ്ടെങ്കിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കിയേ തീരും. പണ്ടൊക്കെ നമുക്ക് പറയാമായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ പഠിക്കൂ, ഇല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് മാറ്റി തന്നെ പറയുകയാണ്, മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത് ഒരു ആവശ്യമോ അല്ലയോ എന്നതല്ല ഇന്നത്തെ കാലഘട്ടം. മെഡിറ്റേഷൻ എന്നത് ഒരു അനിവാര്യതയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ ദിവസവും മനുഷ്യൻ്റെ മനസ്സിൽ കേൾക്കേണ്ടി വരുന്ന, കാണേണ്ടി വരുന്ന, അഥവാ അനുഭവിക്കേണ്ടി വരുന്ന പലവിധ സംഘർഷങ്ങളുടെ, പ്രഭാവങ്ങളുടെ, സംഘടനങ്ങളുടെ, അഥവാ ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ, ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് എടുക്കാൻ പറ്റാത്ത അത്രയ്ക്ക് അൺലിമിറ്റഡ് ലിസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് നിമിഷം എവിടെയാണ് മാറുക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എപ്പോൾ എന്ത് മാറ്റമുണ്ടെങ്കിലും ഒരാൾ മാറാൻ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്ന സമയത്ത് മാറാൻ നോക്കിയാൽ ഉത്തരകുമാരൻ്റെ കഥ കേട്ട പോലെയാവും. ഞാൻ മുന്നും നിങ്ങൾക്ക് ഈ ഒരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഉത്തരകുമാരൻ എല്ലാം പഠിച്ചു, ജീവിതത്തിൽ അഭ്യസിച്ചില്ല. അഭ്യസിക്കാത്തത് കൊണ്ട് തന്നെ എപ്പോഴാണോ കൗരവപ്പടയുടെ മുന്നിൽ നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നത്, അവിടെ ബോധരഹിതനായിക്കൊണ്ട് തൻ്റെ തേരിൽ വീണുപോയി. ആ ഒരവസ്ഥ അറിയാമെല്ലാം, ശരിയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം, ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല എന്നറിയാം, ഈ എല്ലാ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ചിന്ത നമ്മുടെ ജീവിതത്തെ നെഗറ്റീവ് ആക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം, എല്ലാം അറിയാം. എങ്കിലും ഈ അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? തേരിൽ ബോധരഹിതരായിട്ട് വീണു പോവുകയാണ്. ഈ ജീവിതത്തിൻ്റെ യുദ്ധത്തിൽ ബോധരഹിതരായത് വീഴാതെ മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കണമെങ്കിൽ അർജുനനെ പോലെ അഭ്യസിച്ചേ നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് ധ്യാനം അഥവാ മെഡിറ്റേഷൻ വേണോ വേണ്ടേ എന്ന ചിന്ത കളഞ്ഞുകൊണ്ട്, ഞാൻ 10 ദിവസം പ്രാക്ടീസ് ചെയ്യണോ 15 ദിവസം പ്രാക്ടീസ് ചെയ്യണോ എന്ന ചിന്തയെ മാറ്റിക്കൊണ്ട് ഇതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ പോസിറ്റീവ് ആവാൻ നമുക്ക് സാധിക്കും. പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഊർജ്ജം തന്നെയാണത്. അതിനൊന്ന് ആക്റ്റീവ് ആക്കാൻ നമുക്ക് സാധിച്ചാൽ, എൻ്റെ ചിന്തകളിലൂടെ, എൻ്റെ സങ്കല്പധാരകളിലൂടെ പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങളെ കാണാനും കേൾക്കാനും ശ്രമിച്ചാൽ ഇതൊരു പരിധി വരെയൊക്കെ എല്ലാത്തിനും നമുക്കൊരു തട എന്ന് പറയില്ല, ഒരു പരിധി വരെ തടഞ്ഞു വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. സാധാരണഗതിയിൽ രാവിലെ എഴുന്നേൽക്കുന്നത് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ എന്ന് പറയും. നോക്കൂ ലോകത്തിൻ്റെ അവസ്ഥ എത്രയോ വേഗത്തിലാണ് മാറുന്നത്. കാര്യം ശരിയാണ്, നമുക്ക് നമ്മുടെ ഭാരതത്തിൽ പേടിക്കാനൊന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഭാരതം, അഭിമാനത്തോടെ പറയാം നമുക്ക്, നമ്മുടെ ഭാരതം ഇന്ന് എത്ര ഉയർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ എത്രമാത്രം പവർഫുള്ളാണെന്ന് നമുക്കറിയാം. പക്ഷെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിമറിക്കാൻ ഇതിനൊന്നിനും തന്നെ നമ്മളെ സഹായിക്കാൻ പറ്റാത്ത സിറ്റുവേഷനും വന്നേക്കാം. സോ ബി കെയർഫുൾ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ശക്തിനെ ഉണർത്താൻ വേണ്ടിക്കൊണ്ട് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ കൈകളെ തന്നെ ഊർജ്ജ മണ്ഡലങ്ങളാക്കി മാറ്റിക്കൊണ്ട് സ്വന്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നമ്മുടെ പരിതസ്ഥിതികളിലും ഒക്കെ പ്രഭാവം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നതേ ഉള്ളൂ. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്നാമത് നമ്മുടെ സുപ്രീം പവർ അഥവാ ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആക്കിയേ പറ്റൂ. അതിരാവിലെ ഉണർന്നിരുന്നിട്ട് പോട്ടെ, നിങ്ങൾക്ക് 3 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല,
ഞാനത് നിർബന്ധം പറയുന്നില്ല. എന്നിരുന്നാലും സൂര്യോദയത്തിന് കുറച്ചു സമയം മുന്നെങ്കിലും ഉണർന്നിരുന്നുകൊണ്ട് ആദ്യത്തെ കുറച്ച് സമയം മിനിമം ഹാഫ് ആൻ അവർ മെഡിറ്റേഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ. സ്വയം ഞാൻ ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദേഹം എന്നുള്ളതായിട്ടുള്ള സാധനം അത് നശിച്ചു പോകുന്ന ഒന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ എന്ന ഐഡൻറ്റിറ്റി, ഞാൻ എന്നെ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ കാണുന്നത് എൻ്റെ ബോധമണ്ഡലത്തിൽ ഈ ദേഹം എന്ന ഒരു രൂപവും മാത്രമായിട്ടാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ പ്രഭാവത്തിന് മുക്താവാൻ പറ്റില്ല. അതുകൊണ്ട് ഡെയിലി ഒരു കുറച്ച് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് അഥവാ പോസിറ്റീവ് അഫർമേഷൻ അഥവാ സോൾ കോൺഷ്യസ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാം, അതിന് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മളുള്ളതായിട്ടുള്ള ഇന്നർ പേഴ്സണാലിറ്റീനെ, ആന്തരിക വ്യക്തിത്വത്തിനെ ആ ഊർജ്ജമായി കണ്ടുകൊണ്ട്, ഒരു പ്രകാശമായി കണ്ടുകൊണ്ട്, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നശിക്കാത്ത ശക്തിയായിരിക്കുന്ന ആത്മാവിനെ അഥവാ ഊർജ്ജത്തിനെ അഥവാ ആന്തരിക വ്യക്തിത്വത്തിനെ ആ പ്രകാശമായി കണ്ടുകൊണ്ട് മുഴുവൻ ശ്രദ്ധേനെ അതിലേക്ക് ഏകാഗ്രമാക്കി അതിൽ നിന്നുള്ളതായിരിക്കുന്ന പോസിറ്റീവ് വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂ. മാത്രമല്ല ആ ഊർജത്തിനെ ശക്തിപ്പെടുത്തുന്നതായിരിക്കുന്ന പരമ ഊർജമായിരിക്കുന്ന പരമാത്മ അഥവാ ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആയേ പറ്റൂ. സർവ ജാതി, മതം, വർഗം, വർണ്ണം, ഈ ദേശം, ഇതിൻ്റെ എല്ലാ ബന്ധനത്തിനുപരിയായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ രചയിതാവായിരിക്കുന്ന ഈശ്വരൻ ആ പ്രകാശവുമായിട്ട്, ആ സുപ്രീം പവറായിട്ട് കണക്റ്റഡ് ആവൂ. ഏർലി മോർണിംഗിൽ ഈ ഒരു കാര്യം ദിവസവും തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ഊർജ്ജ മണ്ഡലത്തെ ശക്തിശാലിയാക്കാൻ, നമ്മുടെ മനസ്സിനെ പവർഫുൾ ആക്കാനുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, മെഡിറ്റേഷൻ്റെ എൻഡിൽ നമ്മുടെ കൈകളെ തന്നെ നമുക്ക് ഊർജത്തിൻ്റെ ദായകങ്ങളാക്കിയിട്ട് അഥവാ നമ്മുടെ ശരീരത്തിനെ ഹീൽ ചെയ്യാൻ, നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യാൻ, മറ്റുള്ള നമ്മുടെ ചുറ്റുള്ളതായിട്ടുള്ള ഓറേനെ ഹീൽ ചെയ്യാൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. രണ്ട് കൈകളെ നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ പിടിക്കുക. എങ്ങനെ കാണണം എന്ന് വെച്ചാൽ, കയ്യിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താ ഉദാഹരണം പറയണ്ട, കർപ്പൂരം വെച്ച് കത്തിക്കുക എന്ന് വിചാരിക്കൂ. രണ്ട് കയ്യിൻ്റെ ഉള്ളിലും കർപ്പൂരം വെച്ച് കത്തി നിൽക്കുമ്പോൾ ആ കർപ്പൂരത്തിൻ്റെ തീജ്വാല കയ്യിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന് കത്തുന്നത് പോലെ നിങ്ങൾ രണ്ട് കയ്യിൻ്റെ ഉള്ളിലും ആ പവർ, സുപ്രീം പവർ നിങ്ങളുടെ കയ്യിൽ വന്ന് നിറയുന്നതായിട്ട് സങ്കല്പിക്കൂ. ആ ഊർജം വന്നുകൊണ്ട് കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ ഓറേനെ അഥവാ ഊർജ്ജ മണ്ഡലത്തിനെ, കാന്തത്തിൻ്റെ ചുറ്റും റൗണ്ടായിട്ട് കാന്തിക മണ്ഡലങ്ങളെ കാണുമല്ലോ, അതുപോലെ കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റൗണ്ടായിട്ട് നിങ്ങളുടെ കയ്യിലെ ഈ കൈരേഖ മുഴുവൻ പകരം ആ പ്രകാശത്തിൻ്റെ രേഖ റൗണ്ടായിട്ട് നിറയുന്നു, ഫുൾ ഊർജം നിറയുന്നു. ഇതിൽ നിന്ന് ഊർജം പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഫീൽ ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ശരീരത്തിൽ തലയിൽ, കണ്ണിൽ, പിന്നെ നമ്മുടെ വായിൽ, നമ്മുടെ നെഞ്ചിൽ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ സ്ഥലത്തും കയ്യിന് സ്പർശിക്കുന്ന സമയത്തൊക്കെ തന്നെ ഫീൽ ചെയ്യണം ഇവിടെയുള്ള ഊർജ്ജമണ്ഡലം. എൻ്റെ സൂക്ഷ്മ ശരീരത്തിലെ അഥവാ ഈ ശരീരത്തിനോട് അറ്റാച്ചായി നിൽക്കുന്നതായിരിക്കുന്ന ഊർജ്ജമണ്ഡലത്തിലെ ഓറയിലെ ഈ ഭാഗം പോസിറ്റീവായി, ഇത് ഹീലായി, ഇത് ക്ലീനായി എന്ന് സങ്കല്പിച്ചുകൊണ്ട് തല മുതൽ കാലിൻ്റെ അടി വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ എനർജൈസ് ചെയ്യുക. എന്നിട്ട് എഗെയിൻ നമ്മുടെ കൈകൾ ധ്യാനമുദ്രയിൽ, ഈ മുദ്രയിൽ പിടിച്ചിരുന്നു കൊണ്ട് മെഡിറ്റേഷനിൽ ഫീൽ ചെയ്ത് നോക്കുക. ഫുൾ എനർജി വന്നു, നമ്മുടെ ശരീരം ചുറ്റും ഒരു പ്രകാശ പ്രഭാമണ്ഡലം നിറഞ്ഞു. ഈ ശരീരത്തിലെ ഓരോ കണങ്ങൾ പോലും അത് ഹെൽത്തിയായി മാറിക്കഴിഞ്ഞു. ഇതിൽ ഫുള്ള് പോസിറ്റീവ് എനർജിയുടെ ഒരു വൈബ്രേഷൻ നിറയുകയാണ്. ശരീരത്തിലെ ഓരോ കോശങ്ങളും ഒന്ന് മറ്റൊന്നിൽ നിന്ന് ആനന്ദത്തിൻ്റെ പ്രകമ്പനങ്ങൾ കൊണ്ട് ഡാൻസ് ചെയ്യുകയാണ്. ഞാൻ ഫുൾ ഹെൽത്തി ആയിരിക്കുന്നു, ഫുൾ ഹാപ്പി ആയിരിക്കുന്നു. ഈ രീതിയിലുള്ളതായിട്ടുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ദിവസവും രാവിലെ അരമണിക്കൂർ സമയം മെഡിറ്റേഷന് ശേഷം നിർബന്ധമായിട്ടും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തിലെ 5-6 തവണ, അതായത് ഒറ്റയടിക്കിരുന്ന് 5-6 തവണ ചെയ്യല്ല, 2-3 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ ഒരു മിനിറ്റോ 2 മിനിറ്റോ നമ്മൾ ഇതിന് വീണ്ടും ഫീൽ ചെയ്യണം. ഒരു പ്രാവശ്യം സമയമെടുത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയാൽ, അതിന് അനുഭൂതി ചെയ്യാൻ പറ്റിയാൽ, ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു അവസ്ഥയുടെ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങിയാൽ, ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അധികം സമയം നമുക്ക് വേണ്ടി വരില്ല. ആ ഒരു പവർഫുൾ മെമ്മറി പെട്ടെന്ന് ആക്റ്റീവ് ആകുന്നതോടെ ചുറ്റുമുള്ള പ്രകാശ പ്രഭാമണ്ഡലം പവർഫുൾ ആയിക്കോളും. ഒരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് വരുമ്പോൾ പ്രകാശം ചുറ്റും പരക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ സ്മൃതി വരുന്നതോടുകൂടി നിങ്ങളുടെ ചുറ്റുമുള്ളതായിട്ടുള്ള ഓറ അഥവാ നിങ്ങളുടെ ഊർജ്ജമണ്ഡലം പവർഫുള്ളായിട്ട് മാറും. ഈ രീതിയിൽ ഞാൻ പവർഫുൾ ഓറയോട് കൂടിയ ഊർജ്ജമണ്ഡലത്തോടു കൂടിയ വ്യക്തിയാണ്
എന്ന ഫീലോട് കൂടിയിട്ട് നിങ്ങൾ ഏത് എനർജിയുടെ ഉള്ളിൽ കൂടെ കടന്നു പോയാൽ പോലും ഒന്നിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അത്തരത്തിൽ പവർഫുൾ പോസിറ്റീവ് പേഴ്സണാലിറ്റി ആവാൻ വേണ്ടി കൊണ്ട് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ആഹാരവും നമ്മുടെ ശുദ്ധാക്കാൻ സാധിച്ചാൽ അത് കുറേയും കൂടെ നിങ്ങളുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദുഃഖം കൊടുക്കാതിരിക്കുക, ദുഃഖം എടുക്കാതിരിക്കുക. സുഖം കൊടുക്കുക, സുഖമെടുക്കുക. നമ്മുടെ മനസ്സിലും വാക്കിലും കർമ്മത്തിലും എല്ലാം തന്നെ ആ പോസിറ്റിവിറ്റി കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന പോസിറ്റീവ് എനർജീനെ അൺലോക്ക് ചെയ്ത് അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ ജീവിതത്തിൽ എന്തോ സാഹചര്യം വന്നോട്ടെ, എവിടെ നിന്ന് എവിടെ മാറിയാലും നമുക്ക് ഒരിക്കലും പ്രഭാവമില്ലാത്തവരാകാം. അങ്ങനെ നിങ്ങൾക്കാകാൻ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.